പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുത്തൻ പ്രഭാതം, പുതിയ പുലരി കൂടെ നമുക്ക് ദൈവം ദാനമായി തരികയും ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും തന്ന് നമുക്ക് ഈ പ്രഭാതം കാണുവാൻ നമുക്ക് കൃപ തന്ന ദൈവനാമത്തിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട്, കർത്താവിൻ്റെ ഹിതത്തിനായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതിനായി എഫെസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുന്നു. എഫെഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് ഫ്രം 7 and 8. അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ഒരു തുടർച്ചയായുള്ളൊരു പാസേജിനകത്ത് നിന്ന്, ഒരു പാരഗ്രാഫിനകത്ത് നിന്ന് അടർത്തിയെടുത്ത 2 വാചകങ്ങളാണ് നാം വായിച്ച് കേട്ടത്. ഒന്ന്, അവനിൽ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ, യേശുവിൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. 2, അത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. 2 വാക്കുകളാണ്. ആ വാക്കുകൾ ഇച്ചിരി കട്ടിയുണ്ട്. ഒരു ഗ്രീക്ക് ഫിലോസഫിയെ ഓർപ്പിക്കുന്ന, അതിനോട് തത്തുല്യമായി കിടപിടിക്കുന്ന തരത്തിലാണ് എഴുതിയിരിക്കുന്നത്. വേഗത്തിൽ മനസ്സിലാകുന്നില്ല എങ്കിലും ലേഖനങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന എഫെസ് ലേഖനം, എഫെസോ സഭയ്ക്ക് പൗലോസ് സ്ഥാപിച്ച എഫെസോ സഭയ്ക്ക്, തൊർദോസിന്റെ പാഠശാലയിൽ ആരംഭിച്ച എഫെസോ സഭയ്ക്ക് പിന്നീട് ലേഖനം എഴുതുമ്പോൾ ഒരു സഭയ്ക്ക്, ഒരു ആത്മീക സഭയ്ക്ക്, പുതിയ നിയമസഭയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും അത് എങ്ങനെയായിരിക്കണം എന്നെഴുതുന്ന സഭ, ക്രിസ്തുവിൻ്റെ തലയാകുന്ന സഭ, ശരീരത്തിൻ്റെ തലയാകുന്ന സഭ, ശരീരത്തിൻ്റെ തല എന്ന് പറയുന്നത് അത് ക്രിസ്തുവും ശരീരം സഭയുമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. പിന്നത്തേതിൽ 2-ാമത്തെ അധ്യായം എത്തുമ്പോഴത്തേക്കും ഒരു കെട്ടിടത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവും മൂലക്കൽ ക്രിസ്തുവും അതിൽ വേരുറച്ച് അതിന്റെ പണി നടത്തിയിരിക്കുന്നതും, പിന്നത്തേതിൽ സ്നേഹത്തിൽ വേരൂന്നി ആ ദൈവ സ്നേഹത്തിന്റെ ആളവും ആഴവും വീതിയും നീളവും 4, 5, 6 അധ്യായങ്ങളിൽ മക്കൾ എങ്ങനെയായിരിക്കണം, പിതാവ് എങ്ങനെയായിരിക്കണം, ഭാര്യ എങ്ങനെയായിരിക്കണം, സഭ എങ്ങനെയായിരിക്കണം, യജമാനൻ എങ്ങനെയായിരിക്കണം, ദാസൻ എങ്ങനെയായിരിക്കണം, അതിഥി എങ്ങനെയായിരിക്കണം, അതുപോലെ സഭാ അധ്യക്ഷൻ എങ്ങനെയായിരിക്കണം, വിശുദ്ധീകരിച്ച് 6-ാമത്തെ അധ്യായം എത്തുമ്പോഴത്തേക്കും ഈ ലോകത്തിൽ ജീവിക്കാൻ ആവശ്യമാകുന്ന ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ച് അതിന് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ പ്രോത്സാഹിപ്പിച്ച് അവസാനിപ്പിക്കുന്ന അധ്യായം. അതിനകത്ത് തുടങ്ങുമ്പോൾ പ്രിയനായവനിൽ നമ്മളെ ദത്തെടുത്തിരിക്കുന്ന യേശു കർത്താവിന്റെ രക്തം മൂലം ദത്തെടുത്തിട്ട് അതിന്റെ വാല്യൂ ഒന്ന് ഓർപ്പിക്കാൻ തക്കവണ്ണം 7-8 വാക്യങ്ങൾ പറയുമ്പോൾ ഇതിന്റെ 4-ാമത്തെ വാക്യത്തിൽ അതിന്റെ വിലയ്ക്ക് അടിസ്ഥാനമായ കാര്യം പറയുന്നുണ്ട്. നിത്യതയിലെത്തിക്കാൻ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്നാൽ 7-ാമത്തെ വാക്യം എത്തുമ്പോൾ അവിടെ ഓർപ്പിക്കുന്ന വ്യക്തമായ ഒരു കാര്യമുണ്ട്. ആ യേശു കർത്താവിന്റെ രക്തത്താൽ, ആ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യാഗ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി സാധിച്ചിരിക്കുന്നു. നാം തെറ്റിപ്പോയിരിക്കുന്നു, എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നെങ്കിലും അതേ ക്രമം തെറ്റിയ, അതാണ് അതിക്രമം. ക്രമമായുള്ളത് ചെയ്യാതെ അതിന് ഓവറായിട്ടോ അത് ചെയ്യുന്നതാണ് അതിക്രമം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുയേശുവിന്റെ രക്തത്താൽ ജീവൻ തന്ന് വീണ്ടെടുത്തിരിക്കുന്നു. അവനിൽ, അവന്റെ രക്തത്താൽ, യേശു കുഞ്ഞാട്, അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന് പറയുന്ന വീണ്ടെടുപ്പ്. പാപത്തിന്റെ കരാളഹസ്തത്തിൽ അടിമപ്പെട്ടു പോയിരുന്ന മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത്, പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി, അതാണ് വീണ്ടെടുപ്പ്. പാപത്തിൽ നിന്ന് സ്വതന്ത്രമാക്കി രക്തം കൊണ്ട് ശുദ്ധീകരിച്ച് അതിക്രമങ്ങളുടെ മോചനം എന്ന് പറയുന്ന വീണ്ടെടുപ്പ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യം ക്രിസ്തു നമുക്ക് തന്നിരിക്കുന്നു. അത് ഉറപ്പിക്കുന്ന 7-ാമത്തെ വാക്യം. 8-ാമത്തെ വാക്യം എങ്ങനെ എന്ന് സ്ഥാപിക്കുന്ന
അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാ ധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. ദൈവത്തിന്റെ കൃപാ ധനപ്രകാരം. ഇത് വില കൊടുത്തു വാങ്ങിയതല്ല, മറിച്ച് കൃപ. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത ദാനം. കൃപ ദൈവത്തിന്റെ കൃപാധന പ്രകാരം, ദൈവത്തിന്റെ പദ്ധതിക്കനുസരിച്ച്, ദൈവത്തിന്റെ സ്റ്റാറ്റസിനനുസരിച്ച് സ്വർഗോന്നത മഹിമകളിൽ ഇരുന്ന് പിതാവായ ദൈവം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി തന്ന ഇതിന്റെ പേര് കൃപ. ഈ കൃപ അർഹതയില്ലാത്ത ദാനമായി നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ട് വെറുതെ കിട്ടുന്നതല്ല. കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ വേർപാടോടെ ഈ ലോകത്തിന്റെ സുഖ ലോലുപതകളെ വിട്ടോടി, ഈ ലോകത്തിലെ ലഭിക്കാവുന്ന അതേ സുഖങ്ങളെ വിട്ടോടി, അതിന്റെ ജഡത്തെ, അതിന്റെ രാഗമോഹങ്ങളോടെ ത്യജിച്ച് ദൈവത്തിന്റെ കൃപ പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ ശക്തി പ്രാപിക്കുവാൻ, ഈ വീണ്ടെടുപ്പിന്റെ വിലയാകുന്ന രക്തം റിസീവ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നതാണ് 8ാമത്തെ വാക്യം. അവന്റെ കൃപാധനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ കൃപ, അത് ദൈവം തമ്പുരാൻ മുൻനിർണയിച്ച പ്രസാദത്തിനൊത്ത് വേണം. ഇതിനകത്ത് കുഞ്ഞെ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്, നിന്നെ വീണ്ടെടുത്തിരിക്കുന്നത് മറ്റാരും ഇല്ലാത്തത് കൊണ്ടല്ല. ഇത് യോഗ്യതയല്ല, അയോഗ്യതയാണ് ഇതിലെ മാനം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയോ കുലത്തിന്റെയോ കുടുംബത്തിന്റെയോ പ്രാധാന്യം അനുസരിച്ചല്ല. നിന്റെ പഠിപ്പും നിന്റെ തൊലിപ്പുറത്തെ വെളുപ്പും തൊലിപ്പുറത്തെ കറുപ്പും ഒന്നും ഇതിന് ആധാരമല്ല, മറിച്ച് കൃപാധനപ്രകാരം ദൈവത്തിന്റെ കൃപയാണ് വീണ്ടെടുത്തിരിക്കുന്നത്. ദൈവത്തിന്റെ കൃപയാൽ നിന്നെ വീണ്ടെടുത്തെങ്കിൽ, അതേ ഒന്നുമില്ലാതിരുന്നിടത്തു നിന്ന്, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന ഇടത്തു നിന്ന് നിന്നെ വീണ്ടെടുത്തെങ്കിൽ, വീണ്ടെടുത്ത ദൈവത്തിനൊരു പർപ്പസ് ഉണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് ആ ഭവനത്തിൽ എത്തിക്കുക. ദത്തെടുപ്പെന്ന് പറയുന്നത് വെറുതെ ഒരിക്കലും ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരുന്നതല്ല, മറിച്ച് ആർക്കും വേണ്ടാതെ, ഒരു കണ്ണിനും ദയ തോന്നാതിരുന്നപ്പോ അതേ ഉയരത്തിൽ നിന്നിറങ്ങി വന്ന് നിയമപ്രകാരം, രാജ്യത്തിന്റെ നിയമപ്രകാരം, ഇവിടെ സ്വർഗരാജ്യത്തിന്റെ നിയമപ്രകാരം ദത്തെടുത്ത് സ്വന്തം രാജ്യത്തിന്റെ പുത്രനും രാജ്യവും വംശമാക്കി തീർത്തെങ്കിൽ വെറുതെ അല്ല കുഞ്ഞെ, ആ രാജ്യത്തിൽ എത്തിക്കുവാൻ, കൂടെ വാഴുവാൻ. ഹല്ലേലൂയ, കൂടെ വാഴുവാൻ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം, ആ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മളെ ദത്തെടുത്തിരിക്കുമ്പോൾ ആ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നവരായിരിക്കണം, ആ സ്റ്റാൻഡേർഡിന് തക്കവണ്ണം നടക്കുന്നവരായിരിക്കണം. ആ രാജ്യത്തെ വിശുദ്ധിയും ആ രാജ്യത്തെ വേർപാടും ആ രാജ്യത്തെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. ഒരുവൻ ഇന്ത്യ മഹാരാജ്യത്തിൽ വേറൊരു രാജ്യത്ത് നിന്ന് വന്ന് സിറ്റിസൺഷിപ്പ് എടുക്കണമെങ്കിൽ, ആ രാജ്യത്തിലെ പൗരത്വത്തിന് അപേക്ഷിക്കണമെങ്കിൽ ആ രാജ്യത്തിന്റെ കൾച്ചർ അറിയണം, ആ രാജ്യത്തിന്റെ നിയമങ്ങൾ, ഭരണഘടന, ആ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ പാലിക്കുന്നത് പോലെ സ്വർഗരാജ്യത്തേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഈ സ്വർഗത്തിന്റെ നിയമങ്ങൾ അറിയുകയും അനുസരിക്കുകയും വേണം. ആ രാജ്യത്തിന്റെ വിശുദ്ധിയും ആ രാജ്യത്തിന്റെ വേർപാടും ആ രാജ്യത്തോട് മാത്രം പറ്റിയിരിക്കാനും, ആ രാജ്യത്തിലെ പൗരത്വം അതെടുക്കുവാനും, ആ രാജ്യത്തിൽ വസിക്കുവാനും നീ തയ്യാറായിരിക്കണം. അതേ തയ്യാറാകുമ്പോൾ ആ രാജ്യത്തിന്റെ രാജാവിന്റെ നിയമമുണ്ട്, ആ രാജ്യത്തില്, അതേ സ്വർഗരാജ്യത്തില്. അതുകൊണ്ട് ഈ വചനം ശ്രമിക്കുമ്പോൾ അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. നമ്മളെ ദത്തെടുത്തിരിക്കുക, വീണ്ടെടുക്കപ്പെട്ടിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവന്റെ കൃപ എങ്ങനെയാണെന്നറിയാമോ? അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാധന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നമുക്ക് നൽകിയിരിക്കുന്നു. അവന്റെ മുൻ വിധി പ്രകാരം, മുൻ നിർണയ പ്രകാരം നൽകിയിരിക്കുന്നു. ഇത് വിലയില്ലാത്തതല്ല, വിലയുള്ളതാണ്. ആ കരങ്ങളിലേക്ക്, പാദമെടുത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ആ രാജ്യത്തിന് വേണ്ടി ഒരുങ്ങാം, ആ രാജ്യത്തിന്റെ നിയമങ്ങൾ പാലിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിക്കുന്നു. ദൈവകരം കൂടിയിരിക്കും, ആത്മാവിൽ ബലപ്പെടുത്തും, അസാധാരണ ദൈവശക്തിയാലും ദൈവകൃപയാലും നിറയ്ക്കുന്നു. കർത്താവെ, അവൻ നിർണയിച്ച നിർണയപ്രകാരം അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഞങ്ങൾക്ക് തന്നിരിക്കാൻ ഞങ്ങളെ വാഴ്ത്തുന്നു. കർത്താവെ, അതിലുറച്ചു നിൽക്കുവാൻ
സ്വർഗത്തിലെ ദൈവജനങ്ങൾക്ക് കൃപ തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജനത്തെ അനുഗ്രഹിക്കുന്നു. സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവരെ, വചനം കേൾക്കുന്ന സകലവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടിരിക്കും, നന്മകളാൽ നടക്കുന്നു. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകല മാനവും മഹത്വവും ഇതെടുക്കും. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയ്ക്കുള്ളിൽ മറയട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.